നമസ്കാരം. പ്രധാന വാർത്തകൾ. കേജ്രിവാളിന്റെ അറസ്റ്റ്. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഇന്നും പ്രതിഷേധം. അക്ഷരമുത്തശ്ശി വിടവാങ്ങി. ലോകകപ്പ് യോഗ്യതാ പോരാട്ടം. അഫ്ഗാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ പ്രതിഷേധം. ദില്ലി ഗഹീദി പാർക്കിലാണ് പ്രതിഷേധം നടക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്നും പ്രതിഷേധം നടക്കുന്നത്. ഇന്ത്യ സഖ്യ നേതാക്കളും പങ്കെടുക്കും. സാക്ഷരതാ പഠിതാവ് സാറ ഉമ്മൾ നിര്യാതയായി. 114 വയസ്സായിരുന്നു. പഴക്കുളം മേട്ടുപുറം പൊന്മാറ കിഴക്കേതിലുള്ള സ്വവസതയിൽ വെച്ചായിരുന്നു മരണം. മദ്രസ പഠനം മാത്രമുണ്ടായിരുന്ന സാറ ഉമ്മാളെ പഴക്കുളം സ്വരാജ് ഗ്രന്ഥശാല നടത്തിയ എഴുത്തിനിരുത്തൽ ചടങ്ങിൽ 90-ാം വയസ്സിൽ കടമനിട്ട പ്രൊഫസർ വാസുദേവൻ പിള്ള മലയാളം എഴുതിച്ചു. തുടർന്ന് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ 4ാം ക്ലാസ് തുല്യത അക്ഷരലക്ഷ്യം സാക്ഷരതാ പദ്ധതി എന്നീ പഠനങ്ങളും ഡിജിറ്റൽ സാക്ഷരതയും അഭ്യസിച്ചു. ഇനി കായിക വാർത്ത. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അഫ്ഗാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി ഇന്ത്യ. സൗദി അറേബ്യയിൽ നടന്ന എവേ മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഗോൾ സ്കോർ ചെയ്യാനായില്ല. മധ്യനിരയിൽ മാത്രമാണ് മികച്ച നീക്കങ്ങൾ നടന്നത്. മൻവീർ സിംഗ് ആദ്യ പകുതിയിൽ മികച്ച പൊസിഷനിൽ എത്തിയത് പ്രതീക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. രണ്ടാം പകുതിയിൽ വിക്രം സിംഗ് മികച്ച പ്രകടനം നടത്തിയെങ്കിലും ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.